പ്രതിപക്ഷം ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. CPM നയിക്കുന്ന ഭരണപക്ഷം LDF, CPM തന്നെയാണ് ശബരിമല കൊള്ളയുടെ കാര്യത്തിൽ ഒന്നാം പ്രതിയായിട്ട് നിൽക്കുന്നത്. അവര് നുണ ചമയ്ക്കുന്നതിൽ ഇത്രയും ബിരുദന്മാരായിട്ടുള്ളവർ വേറെ ഇല്ല എന്നുള്ളതാണ്. എന്തു കൊള്ള നടത്തിയാലും കൊള്ളയല്ല ശബരിമലയിൽ നടന്നത്, പിടിച്ചുപറിയാണ്. മോഷണമെന്ന് നമുക്കതിനെ പറയാൻ പറ്റത്തില്ല. എടുത്തുകൊണ്ട് പോവുകയല്ല ചെയ്തത്. ദ്വാരപാലകരുടെ ആ കവചവും അതുപോലെ തന്നെ സ്വർണ്ണ കൊടിമരത്തിന് മുകളിലിരുന്ന വാജിവാഹനവും എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇത് വേണ്ട രീതിയിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശബരിമല യുവതീ പ്രവേശ വിഷയം എടുത്തതുപോലെ തന്നെ അതിനപ്പുറമായിട്ടും ഹിന്ദുമത വിശ്വാസികളുടെ ആരാധനാലയമായ ശബരിമലയെ തകർക്കാനായിട്ട് CPM നടത്തിയ ശ്രമം, ഭരണത്തിൽ ഇരുന്നു കൊണ്ട് ശബരിമലയെ തകർക്കുന്ന ഈ നീക്കത്തിനെതിരെ പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവരെന്താണ് ചെയ്യുന്നത്? അവർ നിയമസഭയിൽ കുറച്ച് ബാനർ ഉയർത്തി, ഫ്ലെക്സ് ഉയർത്തി, ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചു. അത് ആ ശീതീകരിച്ച മുറിയിൽ ഇരുന്നു കൊണ്ട് എന്തും ആകാം. നിയമസഭയുടെ പടിക്കെട്ടിൽ വന്നിരുന്നു. അതിനപ്പുറം എന്തുണ്ടായി? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.